ന്യൂ മാഹി മാങ്ങോട്ടുവയൽ വാർഡ് മെമ്പർ സുനിത പി.കെയ്ക്കു നേരെ ഗ്രാമസഭാ യോഗത്തിൽ വെച്ചുണ്ടായ ഭീഷണിക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായി UDF. ജനപ്രതിനിധിയെ ഭീഷണിപ്പെടുത്തുകയും രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കാൻ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്ത സംഭവത്തിൽ പ്രതിഷേധിച്ച് UDF ന്യൂ മാഹി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. ജനാധിപത്യ രീതിയിൽ ജനങ്ങൾ വോട്ട് ചെയ്ത് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയെ അംഗീകരിക്കുവാൻ തയ്യാറാകാത്തത് രാഷ്ട്രീയ അസഹിഷ്ണുതയുടെ തെളിവാണെന്ന് UDF നേതാക്കൾ ആരോപിച്ചു. ഗ്രാമസഭ പോലുള്ള ജനാധിപത്യ വേദികളിൽ ജനപ്രതിനിധികളെ ഭീഷണിപ്പെടുത്തുകയോ സമ്മർദ്ദത്തിലാക്കുകയോ ചെയ്യുന്ന നടപടികൾ അംഗീകരിക്കാനാകില്ലെന്നും നേതാക്കൾ പറഞ്ഞു. ജനപ്രതിനിധികൾക്ക് അവരുടെ രാഷ്ട്രീയ നിലപാടുകളും ജനകീയ പ്രവർത്തനങ്ങളും തുടരാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഭീഷണിയിലൂടെയും സമ്മർദ്ദത്തിലൂടെയും ജനാധിപത്യ ശബ്ദങ്ങളെ നിശബ്ദമാക്കാനുള്ള ശ്രമങ്ങൾക്കെതിരെ UDF ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്നും നേതാക്കൾ വ്യക്തമാക്കി. ഗ്രാമസഭ ജനങ്ങളുടെ വേദിയാണ്, ഭീഷണിപ്പെടുത്താനുള്ള വേദിയല്ല. ജനവിധിയെ മാനിക്കുകയും ജനാധിപത്യ മര്യാദകൾ സംരക്ഷിക്കുകയും വേണം, പ്രതിഷേധ യോഗത്തിൽ നേതാക്കൾ പറഞ്ഞു. UDF തലശ്ശേരി നിയോജക മണ്ഡലം കൺവീനർ CG അരുൺ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. UDF ന്യൂമാഹി പഞ്ചായത്ത് കൺവീനർ അനീഷ് ബാബു VK സ്വാഗതം പറഞ്ഞു. മുസ്ലിം ലീഗ് ന്യൂമാഹി മണ്ഡലം പ്രസിഡന്റ് PC റിസാൽ അധ്യക്ഷത വഹിച്ചു. ശശിധരൻ K, CV രാജൻ മാസ്റ്റർ, ഷാനു പുന്നോൽ, തഷ്രീഫ്, ഷാഹിദ് അഹമ്മദ്, ഫാത്തിമ കുഞ്ഞിത്തയ്യിൽ, ദിവിത KV എന്നിവർ സംസാരിച്ചു. രേഷ്മ C, സുനിൽ കരിമ്പിൽ, അഫ്സൽ AP, സത്യാനന്ദൻ C എന്നിവർ പ്രതിഷേധ പരിപാടിക്ക് നേതൃത്വം നൽകി. ജനാധിപത്യ വേദികളിൽ ഭീഷണിയും സമ്മർദ്ദവും അനുവദിക്കില്ലെന്നും ജനവിധിയെയും ജനപ്രതിനിധികളുടെ അവകാശങ്ങളെയും സംരക്ഷിക്കുവാൻ UDF മുന്നിലുണ്ടാകുമെന്നും നേതാക്കൾ അറിയിച്ചു.